അപ്പൊ സമരം ഞാൻ അവസാനിപ്പിക്കണം ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു. ഇനിയുള്ള മറുപടി എനിക്ക് എന്തായാലും നിങ്ങൾ പറയണം, എന്ത് ചെയ്യൂന്ന് പറയണം. രാവിലെ മുതൽ ഇത്ര നേരം ഞാൻ ഈ വെള്ളിയാഴ്ച വന്ന് അവിടെ ഇരുന്ന് പള്ളിയിൽ പോണ സമയത്തൊന്ന് പള്ളിയിൽ പോയിട്ട് വന്നതാണ്. കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ഇപ്പൊ വെള്ളത്തിന് കാശ് കൊടുത്ത് അവിടെ പറഞ്ഞപ്പോ അവർക്ക് എന്തെങ്കിലും പറയാനുള്ള പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിപ്പോ മനസ്സിലാക്കും. മേഡം പറയും എനിക്ക് എന്താണ് നേരത്തെ പറഞ്ഞ കണ്ടുപിടിച്ചിട്ട് കൂട്ടാനാണ്. ഞാൻ 10ാം വാർഡ് കൗൺസിലറാണ് പറവൂർ നഗരസഭ. കഴിഞ്ഞ 6 ദിവസമായി പൊതുവെ പറവൂർ നഗരസഭ പ്രദേശത്തും അടുത്തുള്ള പഞ്ചായത്തുകളിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. പല പഞ്ചായത്തിലും ഇന്നലെ വെള്ളം കിട്ടി, നഗരസഭ പരിധിയിലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ സമരം ഇരുന്നപ്പോൾ എയും ആക്സിയും പറഞ്ഞത് കൗൺസിലറെ അടിയന്തരമായി തന്നെ വൈകിട്ട് വെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സമരം അവസാനിച്ചു പോന്നു. ഇന്ന് രാവിലെ വെള്ളമില്ലാത്തതിന് പകരം വെള്ളമില്ലാത്തവരോട് ഞാൻ വീണ്ടും വാട്ടർ അതോറിറ്റിയിൽ ചെന്ന് സമരം ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ അടിയന്തരമായി ഉച്ചക്കുള്ളിൽ വെള്ളം തരാമെന്ന് പറഞ്ഞതിന് മുറക്ക് ഞാൻ അവിടുന്ന് വന്നു. ഈ നിമിഷം വരെ വാർഡില് വെള്ളം ലഭിച്ചിട്ടില്ല. അപ്പോ സ്വന്തം ചെലവിൽ നമ്മളിപ്പോ ടാങ്കർ വെള്ളം കൊണ്ടുവന്ന് വാർഡിലെ എല്ലാ ജനങ്ങൾക്കും വെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വെള്ളം ലഭിക്കാത്ത വരെയാണെങ്കിൽ ഇതുപോലത്തെ സംവിധാനങ്ങൾ ചെയ്തേണ്ട കൊണ്ടുവരും. ഇപ്പോൾ എയും എല്ലാം ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞത് വൈകിട്ടോടുകൂടി വെള്ളം പൂർണ്ണസ്ഥിതിയിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. 6 ദിവസം നേരത്തെ ആക്കാം, നേരത്തെ പെൻഡിങ് ആക്കാം. അങ്ങനെ വാങ്ങി തുറക്കാനുള്ള സംവിധാനം നേരത്തെ ആക്കാം. ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് താമസിച്ചാണ് വരാറ്. നമുക്കിപ്പോ വാൽവുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു പ്രദേശം മൊത്തം കൊടുത്തു. റേഷൻ കട അവിടെ നിന്ന് തുടങ്ങി ഇപ്പുറത്ത് വന്ന് ഇതിലേക്ക് കയറി ചെന്ന് ഈ വഴി ഇറങ്ങി വീണ്ടും അതിൽ തന്നെ പോകണ വണ്ടി. ഇനി അത്യാവശ്യക്കാരനെ കൊടുത്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണിച്ചേട്ടാ മാറ്റം വരും. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ കാണിച്ച എന്റെ വീട്ടിൽ തുറന്നു നോക്കി, അവിടത്തെയും തുറന്നു നോക്കി. ഒരാള് വെറുതെ വന്ന് സമരം ഇരിക്കണില്ല എന്ന് മനസ്സിലായില്ല.